Hello everyone, welcome back to the channel EduScore. So in the 8th standard NCERT science textbook second chapter microorganisms friend and foe ആണ് പഠിക്കാൻ പോകുന്നത്. So already നമ്മൾ രണ്ട് വീഡിയോസിലായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയിരുന്നു. I hope you all have seen those videos and remember what we had discussed there. ഇനി കാണാത്തവരുണ്ടെങ്കിൽ you can click on the link given below in the description and watch those videos. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചതെന്ന് we will just recollect. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് മൈക്രോബ്സ്, എന്തുകൊണ്ടാണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ വി ലേൺ അബൌട്ട് ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് മൈക്രോബ്സിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് മൈക്രോബ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സും ഉണ്ടെന്ന്. സോ ബെനിഫിഷ്യൽ മൈക്രോബ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയത്. അവിടെ നമ്മൾ ഫുഡ് പ്രിപ്പറേഷനിൽ മൈക്രോബ്സിൻ്റെ റോള് പഠിച്ചു. അത് കഴിഞ്ഞ് മെഡിസിൻസിൽ മൈക്രോബ്സിൻ്റെ റോള് പഠിച്ചു. ദെൻ വി ലേൺഡ് അബൌട്ട് വാക്സിൻസ് ആൻഡ് ആൻറ്റിബോഡീസ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. അവിടെ നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്ന മൈക്രോബ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ആദ്യം ഹ്യൂമൻ ഡിസീസസിനെ പറ്റിയാണ് ആദ്യം പഠിച്ചത്. മൈക്രോബ്സ് വഴി ഉണ്ടാകുന്ന ഹ്യൂമൻ ഡിസീസസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. ദെൻ എന്താണ് പാത്തോജൻ, എന്താണ് കാരിയർ, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അതുകൂടാണ്ട് കുറച്ച് മൈക്രോബ്സ് വഴി ഉണ്ടാവുന്ന പല അസുഖങ്ങളുടെ പേര്, അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം, അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില ജനറൽ പ്രിവെൻറ്റീവ് മെഷേഴ്സും ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഹ്യൂമൻസിന് മാത്രമല്ല പല ആനിമൽസിനും പ്ലാന്റ്സിനും കൂടെ മൈക്രോബ്സ് വഴി അസുഖങ്ങൾ വരാറുണ്ട്. സോ ഇന്ന് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങാൻ പോകുന്നത് ആനിമൽസിൽ വരുന്ന ഇങ്ങനെയുള്ള മൈക്രോബ്സ് വഴി ആനിമൽസിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. സോ വി ഷാൽ സ്റ്റാർട്ട് റീഡിംഗ് ദ ചാപ്റ്റർ. Disease-causing microorganisms in animals. Several microorganisms not only cause diseases in humans and plants, but also in other animals. For example, anthrax is a dangerous human and cattle disease caused by a bacterium. Foot and mouth disease of cattle is caused by a virus. So പ്ലാന്റ്സിനും ഹ്യൂമൻസിനും മാത്രമല്ല ആനിമൽസിനും പല മൈക്രോബ്സ് വഴി അസുഖങ്ങൾ വരാറുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ, ഇവിടെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഈസ് ആന്ത്രാക്സ്. Anthrax is a bacterial disease. It's a serious disease caused by a bacterium in human and cattle. Humansനും cattleനും വരുന്ന അസുഖമാണ് anthrax and it is a bacterial disease. Then another example is a viral disease which is called foot and mouth disease. Cattleന് വരുന്ന ഒരു അസുഖമാണ് foot and mouth disease. It is a viral disease. So you have to remember the names of these two diseases as examples of diseases caused by microbes in animals. Robert Koch discovered the bacterium Bacillus anthracis which causes anthrax disease. So നമ്മൾ പറഞ്ഞു anthrax എന്ന് പറഞ്ഞാൽ it's a bacterial disease in humans and cattle. ഇതിൻ്റെ causative agent ആണ് Bacillus anthracis. Bacillus anthracis ആണ് anthrax കോസ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ച് ഡിസ്കവർ ചെയ്ത ആളാണ് റോബർട്ട് കോച്ച്. Robert Koch discovered the bacterium Bacillus anthracis in 1876. Okay, so that's all about animal diseases. ഇനി നമുക്ക് പ്ലാന്റ്സിൽ വരുന്ന ഡിസീസസിനെ പറ്റി പഠിക്കാം. Disease causing microorganisms in plants. Several microorganisms cause diseases in plants like wheat, rice, potato, sugarcane, orange, apple, and others. The diseases reduce the yield of crops. So ഒരു wide range of cropsന് പ്ലാന്റ്സിന് ഈ മൈക്രോബ്സ് വഴി പല ഡിസീസസും വരാം. ഇങ്ങനെ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്ലാന്റ്സിന് അതിൻ്റെ ഈൽഡ് കുറയും. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വളരെ കുറയും. സോ ഫാമേഴ്സിനൊക്കെ അതുവഴി ഭയങ്കര ലോസ് ആണ് സംഭവിക്കുക. സോ see table 2.2 for some such plant diseases. We'll come to the table a little later. They can be controlled by the use of certain chemicals which kill the microbes. സോ നമുക്ക് ചില കെമിക്കൽസ് വിച്ച് ക്യാൻ കിൽ ദ മൈക്രോബ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ്സിൽ ഈ മൈക്രോബിയൽ ഡിസീസസ് തടയാൻ പറ്റും. സോ ഹിയർ ഇൻ ടേബിൾ 2.2 സം കോമൺ പ്ലാന്റ് ഡിസീസസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ആർ ഗിവൻ. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ പ്ലാന്റ് ഡിസീസ് തന്നിട്ടുണ്ട്. ഇൻ സെക്കൻഡ് കോളം
അതിൻ്റെ കോസേറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻ തേർഡ് കോളം മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് സിട്രസ് കാങ്കർ. ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ എയർ. സോ മോസ്റ്റ്ലി സിട്രസ് പ്ലാന്റ്സ്, നമ്മുടെ സിട്രസ് ഗ്രൂപ്പിൽ വരുന്ന നാരങ്ങ, ഓറഞ്ച് ഇങ്ങനെയുള്ള ക്രോപ്സിലൊക്കെ, ഇങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ വരുന്ന ഒരു ഡിസീസാണ് സിട്രസ് കാങ്കർ. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇത് എയർ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ദെൻ റെസ്റ്റ് ഓഫ് വീറ്റ്, ഇറ്റ് ഈസ് എ ഫംഗൽ ഡിസീസ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ എയർ ആസ് വെൽ ആസ് ബൈ ഇൻഫെക്റ്റഡ് സീഡ്സ്. സോ വീറ്റിൽ വരുന്ന ഒരു ഫംഗൽ ഡിസീസാണ് റെസ്റ്റ് ഓഫ് വീറ്റ്. അതും എയർ വഴിയും സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സീഡ്സ് വഴിയും ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യാം. Then third one is yellow vein mosaic of Bindi or okra. It is again a viral disease which is transmitted by an insect. So Bindi means lady's finger. Lady's finger ൽ വരുന്ന ഒരു viral disease ആണ് yellow vein mosaic of Bindi. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അസുഖമായിരിക്കും. നമ്മളെ വീട്ടിൽ തന്നെ ചിലപ്പോൾ വെണ്ടയ്ക്കൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി യെല്ലോ, അതിൻ്റെ വെയിൻസ് ഒക്കെ യെല്ലോ കളറായിട്ട് ഈ ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോകും. ആൻഡ് ദ പ്ലാന്റ് വിൽ ബി സ്റ്റണ്ടഡ് ഇൻ ഗ്രോത്ത്. സോ അങ്ങനെയുള്ള അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വൈറൽ ഡിസീസാണ്. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ആൻ ഇൻസെക്ട് കോൾഡ് വൈറ്റ് ഫ്ലൈ. ഓക്കെ, സോ അപ്പോൾ ഇത്ര നേരം നമ്മൾ മൈക്രോബ്സ് വഴി ഉണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ് പഠിച്ചത്. സോ മൈക്രോബ്സ് ഹാംഫുൾ ആണെന്ന് പറഞ്ഞു, പക്ഷേ ഈ അസുഖം ഉണ്ടാക്കുന്നത് മാത്രമല്ല മൈക്രോബ്സിൻ്റെ കൊണ്ടുള്ള ഹാംഫുൾ എഫക്റ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് മൈക്രോബ്സ് നമ്മുടെ ഫുഡ് ചീത്തയാക്കും, അതുപോലെ പല ക്ലോത്ത്സ്, ലെതർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഡാമേജ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫുഡ് പോയ്സണിങ്. ഫുഡ് പോയ്സണിങ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് അല്ലേ? സോ ഇവിടെ എന്താണ് നടക്കുന്നത്? മൈക്രോബ്സ് കാരണം ഫുഡ് സ്പോയിൽ ആയി പോവുകയാണ് ചെയ്യുന്നത്. We will read the chapter. Buju was invited by his friend to a party and he ate a variety of foodstuff. On reaching home, he started vomiting and had to be taken to a hospital. The doctor said that this condition could be due to food poisoning. So Buju ഒരു ദിവസം ഫ്രണ്ടിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഒരു പാർട്ടിക്ക് പോയി. ആൻഡ് ഫ്രം ദെയർ ഹി എയ്റ്റ് എ ലോട്ട് ഓഫ് ഫുഡ്. തിരിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം ബുജുവിന് ഭയങ്കര വോമിറ്റിങ്ങും അങ്ങനെ കുറച്ച് അസ്വസ്ഥതകളൊക്കെ. ആൻഡ് ബുജു ഒരു ഡോക്ടറിനെ കാണാൻ പോയി. ആൻഡ് ദെൻ ഡോക്ടർ ടോൾഡ് ഹിസ് കണ്ടീഷൻ കുഡ് ബി ഡ്യൂ ടു ഫുഡ് പോയ്സണിങ്. സോ എന്താണ് ഫുഡ് പോയ്സണിങ്? പഹലി വണ്ടേഴ്സ് ഹൗ ഫുഡ് ക്യാൻ ബിക്കം എ പോയ്സൺ. യെസ്, എങ്ങനെയാണ് അപ്പോൾ ഫുഡ് പോയ്സണിങ് സംഭവിക്കുന്നത്? Food poisoning could be due to the consumption of food spoiled by some microorganisms. So microorganismsന്റെ ആക്ഷൻ കാരണം സ്പോയിൽ ആയി പോയ ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് ഫുഡ് പോയ്സണിങ് പറ്റുന്നത്. Microorganisms that grow on our food sometimes produce toxic substances. These make the food poisonous, causing serious illness and even death. So it is very important that we preserve food to prevent it from being spoiled. So ചിലപ്പോൾ നമ്മുടെ ഈ ഫുഡിൻ്റെ മേലെ എന്തെങ്കിലും മൈക്രോബ്സ് ഒക്കെ ഉണ്ടാവും. ഈ മൈക്രോബ്സ് വിൽ ബി പ്രൊഡ്യൂസിങ് സം ടോക്സിക് സബ്സ്റ്റൻസസ് ബിക്കോസ് ഓഫ് വിച്ച് ദ ഫുഡ് വിൽ ഗെറ്റ് സ്പോയിൽഡ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ മോശമായിട്ടുള്ള ഈ പോയ്സണസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ള പല അസുഖങ്ങളും വരും. ആൻഡ് മേ ബി ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ട് ആൾക്കാർ മരിച്ചുപോയി എന്നൊക്കെ. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ദെയർ? ഈ മൈക്രോ ഓർഗാനിസംസ് വിൽ ബി ദെയർ ഓൺ ദ ഫുഡ് and it will be producing some toxic substances which will make the food poisonous. So when we consume such spoiled food, we will be getting some serious illness and may even lead to our death. So it is very important that we preserve food to prevent it from being spoiled. So അപ്പോൾ നമ്മൾ ഫുഡ് പോയ്സണിങ് വരാണ്ടിരിക്കാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എപ്പോഴും ഫുഡ് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്യണം. നമ്മൾ എന്താ പറയുക, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം ഫുഡിനെ. അതിനെ മോശമാവാൻ അല്ലെങ്കിൽ മൈക്രോബ്സ് വന്ന് അതിൻ്റെ മേലിരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഫുഡ് പ്രിസർവേഷൻ. In chapter 1, we have learned about the methods used to preserve and store food grains. So first chapterൽ നമ്മൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചിരുന്നു. സംടൈംസ് സം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ ഹൗ ഡു വി പ്രിസർവ് കുക്ക്ഡ് ഫുഡ് അറ്റ് ഹോം? അപ്പോൾ വീട്ടിൽ നമ്മൾ കുക്ക്ഡ് ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? യു നോ ദാറ്റ് ബ്രെഡ് ലെഫ്റ്റ് അൺയൂസ്ഡ് ആൻഡ് മോയ്സ്റ്റ് കണ്ടീഷൻസ് ഇസ് അറ്റാക്ഡ് ബൈ ഫംഗസ്. സോ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. മോയ്സ്റ്റ് കണ്ടീഷനിലൊക്കെ ചിലപ്പം യൂസ് ചെയ്യാണ്ട് ബ്രെഡ്
ഫംഗസ് അറ്റാക്ക് ഒക്കെ വന്ന് മോശമായി പോകുന്നത്. മൈക്രോ ഓർഗാനിസം സ്പോയിൽ അവർ ഫുഡ്. Spoiled food emits bad smell and has a bad taste and a changed color. Is spoiling of food a chemical reaction? So എന്തൊക്കെയാണ് ഫുഡ് മോശമാകുമ്പം പറ്റുക? മൈക്രോ ഓർഗാനിസംസ് വഴി ചിലപ്പോൾ നമ്മുടെ ഫുഡ് മോശമായി പോവാം. സോ ഇങ്ങനെ മോശമായി കഴിഞ്ഞാൽ ഫുഡിൽ നിന്നൊരു ബാഡ് ഫൗൾ സ്മെല്ല് വരും. അതുപോലെ തന്നെ എന്തൊരു ബാഡ് ഡിസ്റ്റേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുമാത്രമല്ല അതിൻ്റെ കളറും മാറിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൽ തന്നെ നമ്മൾ പറഞ്ഞു അതൊരു ഗ്രേഷ് വൈറ്റ് പാച്ചസ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇത്രയും ചേഞ്ചസ് ഒക്കെ ഫുഡ് മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വരും. അപ്പം എന്താണ് ആക്ച്വലി ഫുഡ് സ്പോയിൽ ആവുന്നതെന്ന് പറയുന്ന ഒരു കെമിക്കൽ ചേഞ്ച് ആണോ? Is there any chemical reaction happening there? Yes. Paheli bought some mangoes, but she could not eat them for a few days. Later she found that they were spoiled and rotten. But she knows that the mango pickle her grandmother makes does not spoil for a long time. She is confused. So Paheli ഒരു ദിവസം കുറച്ച് മാങ്ങ വാങ്ങി വന്നു, പക്ഷെ കഴിക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതൊക്കെ മോശമായി ചീഞ്ഞു പോയിരുന്നു. They all were rotten. പക്ഷേങ്കിൽ പഹേലിക്കറിയാം പഹേലിൻ്റെ ഗ്രാൻഡ് മദർ മാംഗോ പിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കാലത്തേക്കൊന്നും അത് ചീത്തയാവാണ്ട് നിൽക്കാറുണ്ട്. പക്ഷേ പഹേലി വാങ്ങിച്ച മാങ്ങയാണെങ്കിൽ കുറച്ച് ദിവസത്തിൽ തന്നെ ചീത്തയായി പോവുകയും ചെയ്തു. സോ പഹേലി ഗോട്ട് കൺഫ്യൂസ്ഡ്. Let us study the common methods of preserving food in our homes. We have to save it from the attack of microorganisms. സോ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില കോമൺ മെത്തേഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ അവർ ഇൻറ്റൻഷൻ ഈസ് ടു സേവ് ദ ഫുഡ് ഫ്രം ദ അറ്റാക്ക് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സോ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫുഡിൻ്റെ മേലൊക്കെ ചില മൈക്രോബ്സ് വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഫുഡ് മോശമായി പോവും. ആൻഡ് വെൻ വി കൺസ്യൂം സച്ച് സ്പോയിൽഡ് ഫുഡ് വി വിൽ ബി ഗെറ്റിംഗ് ഫുഡ് പോയ്സണിങ്. സോ ആദ്യം നമുക്ക് കെമിക്കൽ മെത്തേഡ് പഠിക്കാം. കെമിക്കൽ മെത്തേഡ്. Salts and edible oils are the common chemicals generally used to check the growth of microorganisms. So നമ്മൾ generally യൂസ് ചെയ്യുന്ന common ആയിട്ടുള്ള chemicals ആണ് സാൾട്ടും edible oilഉം. Therefore they are called preservatives. So ഇങ്ങനെ നമ്മൾ ഫുഡ് പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ നമ്മൾ പറയുന്ന പേരാണ് preservatives. We add salt or acid preservatives to pickle to prevent the attack of microbes. സോ നമ്മൾ അച്ചാർ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ സോൾട്ട് അല്ലെങ്കിൽ ആസിഡ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ വിനീഗറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് വിനീഗർ ആക്ച്വലി? വിനീഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൈല്യൂട്ടഡ് ഫോം ഓഫ് അസറ്റിക് ആസിഡ്. സോ അസിഡിക് ആണ് അതും. അപ്പോൾ ഇങ്ങനെ ആസിഡിക് കണ്ടീഷൻ അല്ലെങ്കിൽ സോൾട്ടി കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മൈക്രോബ്സിന് അറ്റാക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. Sodium benzoate and sodium metabisulfite are common preservatives. They are also used in jams and scratches to check their spoilage. So preservatives ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കോമൺ കെമിക്കൽസ് ആണ് സോഡിയം ബെൻസോയേറ്റും സോഡിയം മെറ്റാബൈസൾഫേറ്റും. ജാംസിൽ സ്ക്വാഷസിലൊക്കെ അതിൻ്റെ സ്പോയിലിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. യു ഹാവ് ടു റിമെമ്പർ ദ names sodium benzoate and sodium metabisulfate. You may get questions asking examples for a common preservatives, common chemical preservatives. Then you have to answer it by writing sodium benzoate and sodium metabisulfite. Preservation by common salt. Common salt has been used to preserve meat and fish for ages. Meat and fish are covered with dry salt to check the growth of bacteria. Salting is also used to preserve amla, raw mangoes, tamarind, etc. So, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നമ്മുടെ കോമൺ സോൾട്ടും ഒരു പ്രിസർവേറ്റീവ് ഏജൻ്റ് ആണ്. നമ്മളിപ്പം ടിൻഡ് ഫുഡ് അല്ലെങ്കിൽ ക്യാൻഡ് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ്, ഫിഷ് അങ്ങനത്തെ ഒക്കെ ടിൻഡ് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾട്ടി ആയിരിക്കും. സോ അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സോൾട്ട് അതിൻ്റെ ഒരു കവർ ഓഫ് സോൾട്ട് അതിൻ്റെ മേലെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട മാങ്ങ ഇതൊക്കെ കുറേ കാലം ഇരിക്കും അല്ലെ, കേടുവരാണ്ടിരിക്കും. സോ സോൾട്ട് ഈസ് ഓൾസോ എ പ്രിസർവേറ്റീവ് ഏജൻറ്റ്. Preservation by sugar. Jams, jellies and scratches are preserved by sugar. Sugar reduces the moisture content which inhibits the growth of bacteria which is spoiling food. So നമ്മൾ ഷുഗർ കണ്ടന്റ് ഉള്ള ജാംസ്, ജെല്ലീസ്, ഷുഗർ ഇതിലൊക്കെ ഷുഗർ ഉണ്ട്. ഈ ഷുഗർ ആണ് ഇതിലെ പ്രിസർവേറ്റീവ് ഏജൻറ്റ്. ഷുഗർ എന്താ ചെയ്യുക? ഇറ്റ് റെഡ്യൂസസ് ദ മോയ്സ്ചർ കണ്ടന്റ് സോ ദാറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ വിച്ച് ക്യാൻ സ്പോയിൽ ദ ഫുഡ്.
സോ ഷുഗർ ഇതിലെ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്നത് വഴി ബാക്ടീരിയൽ ഗ്രോത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. Preservation by oil and vinegar. Use of oil and vinegar prevents spoilage of pickles because bacteria cannot live in such an environment. Vegetables, fruits, fishes and meat are often preserved by this method. So, പിക്കിൾസിൻ്റെ ഒക്കെ സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നതാണ് ഓയിൽ, വിനീഗറൊക്കെ. നമ്മൾ പറഞ്ഞു വിനീഗർ എന്നൊക്കെ പറഞ്ഞാൽ അസിഡിക് എൻവയോൺമെൻറ്റ് ആയിരിക്കും വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിലൊന്നും ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ബാക്ടീരിയ ഗ്രോത്ത് നിന്ന് പോകും. സോ അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് ഇതിനെയൊക്കെ ഇങ്ങനെ ഈ ഓയിലും വിനീഗറും വെച്ചിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട്. ദെൻ ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ്സ്. You must have observed your mother boiling milk before it is stored or used. നമ്മൾ വീട്ടിലൊക്കെ പാല് നമുക്ക് കുടിക്കാൻ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പേ പൊതുവെ പാല് ചൂടാക്കുന്ന കണ്ടിട്ടുണ്ട്. ബോയിലിംഗ് കിൽസ് മെനി മൈക്രോ ഓർഗാനിസംസ്. സോ ബോയിലിംഗ് വഴി ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് മരിച്ചു പോകും, ഐ മീൻ ഡെഡ് ആയി പോകും. Similarly, we keep our food in the refrigerator. Low temperature inhibits the growth of microbes. So വേറൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബോയിലിംഗ് എന്ന് വെച്ചാൽ ഹീറ്റ് മെത്തേഡാണ്, ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതേസമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന, റെഫ്രിജറേറ്ററിൽ വെക്കുന്ന പല ഫുഡ് ഐറ്റംസും ഇതുപോലെ മോശമാവാണ്ട് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ബിക്കോസ് ഈ ലോ ടെമ്പറേച്ചർ മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. Why does the milk that comes in packets not spoil? My mother told me that the milk is pasteurized. What is pasteurization? So ബൂജോ ചോദിക്കുകയാണ്, ചിലപ്പോൾ കവറിലൊക്കെ വരുന്ന പാല് ചീത്തയായി പോവാറില്ല. അപ്പം ഇതിൻ്റെ ബൂജോൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് ഈ പാലൊക്കെ പാസ്ചറൈസ്ഡ് മിൽക്കാണ് എന്നാണ്. സോ വാട്ട് ഈസ് പാസ്ചറൈസേഷൻ? Pasteurized milk can be consumed without boiling as it is free from harmful microbes. The milk is heated to about 70 degrees for 15 to 30 seconds and then suddenly chilled and stored. By doing so, it prevents the growth of microbes. This process was discovered by Louis Pasteur. It is called pasteurization. So, pasteurized milk എന്ന് പറഞ്ഞാൽ നമുക്കതിനെ പിന്നെ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് അതിൽ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ പാസ്ചറൈസേഷൻ നടത്തുന്നത്? ആദ്യം മിൽക്ക് വിൽ ബി ഹീറ്റഡ് ടു അബൌട്ട് 70 degrees Celsius ഫോർ 15 to 30 seconds ആൻഡ് ദെൻ സഡൻലി അതിനെ തണുപ്പിച്ച് കളയും. ഇറ്റ് വിൽ ബി സഡൻലി ചിൽഡ് ആൻഡ് ദെൻ സ്റ്റോർഡ്. സോ ആദ്യം ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, ദെൻ ഇറ്റ് ഈസ് ചിൽഡ് സഡൻലി, എന്നിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഇതിൽ മൈക്രോബിയൽ ഗ്രോത്ത് ഒക്കെ തടയാൻ പറ്റും. ഈ പ്രോസസ് പാസ്ചറൈസേഷൻ ഡിസ്കവർ ചെയ്തത് ലൂയി പാസ്ചർ ആണ്. സോ യു ഹാവ് ടു റിമെമ്പർ ദ ടേം പാസ്ചറൈസേഷൻ ആൻഡ് ഓൾസോ ദ നെയിം ലൂയി പാസ്ചർ. ആൻഡ് യു ഹാവ് ടു ഓൾസോ റിമെമ്പർ ഹൗ പാസ്ചറൈസേഷൻ ഇസ് ഡൺ. ആദ്യം 70 degrees Celsius ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ 15 to 30 seconds followed by sudden cooling or sudden chilling. Okay. Next is storage and packing. These days, dried fruits and even vegetables are sold in sealed airtight packets to prevent the attack of microbes. So, dried fruits ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള എന്ത് ഐറ്റംസ് ആയാലും അതിനെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആക്കിയിട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റ്സിൽ എന്താണ് മൈക്രോബ്സിന് എൻട്രി ചെയ്യാൻ പറ്റില്ല. സോ ഓൾറെഡി ഈ ഫ്രൂട്ട്സ് ഒക്കെ ഡ്രൈ ആണ്, സോ മോയ്സ്ചർ കണ്ടന്റ് ഇസ് വെരി ലോ, അതുകൊണ്ട് തന്നെ മൈക്രോബ്സ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഇതിനെ പാക്ക് ചെയ്യുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലായതുകൊണ്ട് തന്നെ മൈക്രോബ്സിന് എൻട്രി ചെയ്യാനും പറ്റില്ല. സോ ദാറ്റ് ഈസ് അനദർ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ. സോ ഇപ്പോൾ നമ്മൾ പ്രിസർവേഷൻ്റെ ചില ജനറൽ മെത്തേഡ്സ് പഠിച്ചു, ചില കോമൺ പ്രിസർവേറ്റീവ് ഏജൻറ്റ്സ് പഠിച്ചു. And we also learned about a new technique, pasteurization. Next topic is nitrogen fixation. You have learned about the bacterium Rhizobium in class 6 and 7. It is involved in the fixation of nitrogen in leguminous plants. So already നമ്മൾ Rhizobium bacteria പറ്റി പഠിച്ചിട്ടുണ്ട്. It is involved in the fixation of atmospheric nitrogen into soil nitrogen. Recall that Rhizobium lives in the root nodules of leguminous plants such as beans and peas, with which it has a symbiotic relationship. അതുപോലെ തന്നെ നമുക്കറിയുന്ന ഒരു കാര്യമാണ് റൈസോബിയം എന്ന് പറഞ്ഞാൽ ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് നോഡ്യൂൾസിലാണ് ഉണ്ടാവുക. ആക്ച്വലി ഈ ലെഗ്യൂമിനസ് പ്ലാന്റ്സും റൈസോബിയം ബാക്ടീരിയയും തമ്മിലൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്, ഒരു മ്യൂച്വൽ അസോസിയേഷൻഷിപ്പാണ്. സോ പൾസസ്, ബീൻസ്, പീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പൾസസിനെയാണ് നമ്മൾ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്.
Sometimes nitrogen gets fixed through the action of lightning. So ഈ ബാക്ടീരിയ വഴി മാത്രമല്ല, സംടൈംസ് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രോജൻ ഫിക്സേഷൻ ലൈറ്റ്നിങ്ങിന്റെ സമയത്തും നടക്കാറുണ്ട്. But you know that the amount of nitrogen in the atmosphere remains constant. You may wonder how. Let us understand this in the next section. So നമ്മൾ പറഞ്ഞു ഈ നൈട്രോജൻ ഫിക്സേഷൻ ഒക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്നാലും എപ്പോഴും നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ നൈട്രോജൻ കണ്ടന്റ് ഈസ് മോർ ഓർ ലെസ് സെയിം. അതിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എങ്ങനെയാണ് അപ്പോൾ ഈ ബാലൻസിങ് നടക്കുന്നത്? അതാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. നൈട്രോജൻ സൈക്കിൾ. സോ ഈ ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നൈട്രോജൻ സൈക്കിൾ. Our atmosphere has 78% nitrogen gas. Nitrogen is one of the essential constituents of all living organisms as part of proteins, chlorophyll, nucleic acids and vitamins. So നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ 78% നൈട്രജൻ ആണ്. അത് മാത്രമല്ല നമ്മുടെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഒരു എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഒരു എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് നൈട്രജൻ. അതിലെ പ്രോട്ടീൻസിൽ, ന്യൂക്ലിക് ആസിഡ്സിൽ, വിറ്റാമിൻസിൽ, ഇനിയിപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ക്ലോറോഫില്ല്, ഇതിലൊക്കെ നൈട്രജൻ ഒരു ബേസിക് എലിമെൻ്റ് ആണ്. The atmospheric nitrogen cannot be taken directly by plants and animals. Certain bacteria and blue-green algae present in the soil fix nitrogen from the atmosphere and convert it into compounds of nitrogen. സോ നമ്മൾ പറഞ്ഞതൊക്കെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ഒരു ബേസിക് എലമെൻ്റ് ആണ് നൈട്രജൻ എന്ന്. പക്ഷേങ്കിൽ പ്ലാന്റ്സിനും ആനിമൽസിനും ഡയറക്റ്റ്ലി അറ്റ്മോസ്ഫിയറിന് നൈട്രജൻ കണ്ടന്റ് എടുക്കാൻ പറ്റില്ല. സോ അപ്പം എന്താണ്, ആരാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ചില ബാക്ടീരിയ, അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗയൊക്കെ, നമ്മൾ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയും ആൻഡ് സർട്ടൺ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, നമ്മൾ പറഞ്ഞ റൈസോബിയം അടക്കമുള്ള ചില ബാക്ടീരിയ ആണ് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ സോയിലിലെ നൈട്രോജൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സോയിലിൽ നൈട്രോജൻ കോമ്പൗണ്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Once nitrogen is converted into these usable compounds, it can be utilized by plants from the soil through their root system. So ഈ ബാക്ടീരിയന്റെ ഹെൽപ്പ് വഴി അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ സോയിലിലേക്ക് ചില നൈട്രോജൻ കോമ്പണൻസ് ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്തു. അപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ്സിന് അതിന്റെ റൂട്ട്സ് വഴി ഈ നൈട്രോജനെ, സോയിലിൽ നിന്ന് ഈ നൈട്രോജൻ കോമ്പൗണ്ട്സിനൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റും. Nitrogen is then used for the synthesis of plant proteins and other compounds. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിന്റെ ബോഡിയിലെ പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, വിറ്റാമിൻസ്, ഇതിലൊക്കെ നൈട്രോജൻ ഒരു ബേസിക് എലിമെന്റ് ആണ്. സോ ഈ അബ്സോർബ് ചെയ്യുന്ന നൈട്രോജൻ ആണ് ബാക്കി പ്ലാന്റ് പ്രോട്ടീൻ സിന്തസിസിനൊക്കെ, പ്ലാന്റ് പ്രോട്ടീൻസും അതുപോലെയുള്ള ബാക്കി കോമ്പൗണ്ട്സിന്റെ ഒക്കെ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. Animals feeding on plants get these proteins and other nitrogen compounds. So ഇനി ഒരു അനിമൽ വന്നിട്ട് ഈ പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുമ്പോൾ എന്താണ്, ഈ നൈട്രോജൻ കണ്ടന്റ് അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസ് ഒക്കെ ആനിമൽസിനും കിട്ടും. When plants and animals die, bacteria and fungi present in the soil convert the nitrogenous waste into nitrogenous compounds to be used by plants again. ഇനിയിപ്പോൾ ഈ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഡെഡ് ആയി കഴിയുമ്പം സോയിലിൽ എങ്ങനെ കിടക്കുമ്പോൾ സോയിലുള്ള ബാക്ടീരിയ അതുപോലെ ഫഞ്ചൈക്കൊക്കെ അതിനെ വീണ്ടും നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എഗെയിൻ സോയിലിൽ എന്താണ്, നൈട്രോജീനസ് കോമ്പൗണ്ട്സ് വരാണ്, വിച്ച് ദ പ്ലാന്റ്സ് ക്യാൻ അബ്സോർബ്. സോ പ്ലാന്റ്സ് എഗെയിൻ ഈ ഡീകമ്പോസിഷൻ വഴി വന്ന നൈട്രോജീനസ് കോമ്പൗണ്ട്സിനെ പ്ലാന്റ്സിന് വീണ്ടും അബ്സോർബ് ചെയ്യാൻ പറ്റും. Certain other bacteria convert some part of them to nitrogen gas which goes back into the atmosphere. As a result, the percentage of nitrogen in the atmosphere remains more or less constant. So, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് ഈ സോയിലുള്ള നൈട്രോജനസ് കോമ്പൗണ്ട്സ് അബ്സോർബ് ചെയ്യുന്നു. ഇനി അറ്റ് ദ സെയിം ടൈം സോയിലുള്ള ചില ബാക്ടീരിയയ്ക്ക് ഈ സോയിലുള്ള നൈട്രോജനെ അറ്റ്മോസ്ഫിയറിലേക്കുള്ള നൈട്രോജൻ ഗ്യാസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിങ്ങനെ ഒരു സൈക്കിൾ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ നൈട്രോജൻ കണ്ടന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. We can see this. So what is happening here? Actually atmospheric nitrogen under this atmospheric, a part of atmospheric nitrogen is fixed into nitrogenous compounds in the soil during lightning. അതേസമയം തന്നെ a part of atmospheric nitrogen is converted into soil nitrogen by nitrogen fixing bacteria. And also bacteria in turn fix nitrogen into nitrogenous compounds. So എന്താ സംഭവിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ
എന്താ ബാക്കി നൈട്രോജീനസ് കോമ്പൗണ്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ഈ കോമ്പൗണ്ട്സ് സോയിലെത്തുന്നു. സോയിലെത്തി കഴിയുമ്പോൾ പ്ലാന്റ്സ് അപ്ടേക്ക് ബൈ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സ് റൂട്ട്സ് വഴി ഈ നൈട്രോജനെ അബ്സോർബ് ചെയ്യും. ആൻഡ് പ്ലാന്റ്സ് ആർ ഈറ്റൻ ബൈ അനിമൽസ്. സോ പ്ലാന്റ്സ് അതിൻ്റെ ബോഡിയിലെ പ്ലാന്റ് പ്രോട്ടീൻസും ബാക്കി കോമ്പൗണ്ട്സിൻ്റെ ഒക്കെ സിന്തസിസിന് വേണ്ടി ഈ നൈട്രോജനെ യൂസ് ചെയ്തു. ആൻഡ് ഇനിയിപ്പോൾ ആ പ്ലാന്റ്സിനെ അനിമൽസ് കൺസ്യൂം ചെയ്യാണ്. അപ്പോൾ എന്താണ്, ആനിമൽ ബോഡിയിലേക്കും നൈട്രോജൻ കണ്ടന്റ് എത്തി. ദെൻ വെൻ ദീസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഡൈ, ഈ നൈട്രോജീനസ് വേസ്റ്റ് ഫ്രം എക്സ്ക്രീഷൻ ആൻഡ് ഓൾസോ ഫ്രം ഡെത്ത്, അവ ഇങ്ങനെ ഇത് മരിക്കുമ്പം ഈ അനിമൽസും പ്ലാന്റ്സും ഒക്കെ ഡെഡായി കഴിയുമ്പം അതും സോയിലിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്താണ്, സോയിലിലുള്ള ബാക്ടീരിയ ആൻഡ് ഫംജൈ ക്യാൻ ഡികമ്പോസ് ദം ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു കോമ്പൗണ്ട്സ് ഓഫ് നൈട്രോജൻ. സോ ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം there is another group of bacteria which can convert nitrogen into these compounds of nitrogen into gaseous nitrogen, which is then released back into atmosphere. So ഇങ്ങനെയാണ് ഈ നൈട്രോജൻ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. This is very important. You have to learn this diagram as well as you have to learn how to describe the nitrogen cycle in detail. So that's the end of this chapter. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മൈക്രോ ഓർഗാനിസംസിനെ പറ്റി ഇപ്പം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ അറിയാമെന്ന്. ആൻഡ് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ യു ക്യാൻ ask in the comment section, or if you have any questions or any doubts you can ask them in the comment section below. So I hope നിങ്ങളൊക്കെ ഇന്ന് തന്നെ ഈ ചാപ്റ്റർ വീണ്ടും ഒന്ന് ഫുള്ള് വായിക്കും, കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുമെന്ന്. So in the next video we will be coming up with the exercise questions and also we will discuss some important questions from this chapter. So till then, all of you study well, be happy and stay safe. Thank you.